ഗുഡ് മോർണിംഗ്. 5th സെമസ്റ്ററിൽ നമുക്ക് ഇലക്ട്രോണിക്സ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ എന്ന പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്റർ സെമി കണ്ടക്ടർ റെക്ടിഫയേഴ്സ് ആൻഡ് DC പവർ സപ്ലൈസ് ആണ്. ഫസ്റ്റ് വി ഡിസ്കസ് സം ബേസിക് തിങ്സ് അബൌട്ട് സെമി കണ്ടക്ടേഴ്സ്. നമുക്ക് ഫെമിലിയർ ആണ് സെമി കണ്ടക്ടേഴ്സ്. വി നോ ദാറ്റ് മെറ്റീരിയൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. Conductor means which allows the passage of electricity always. Then in case of insulator, which never allow the passage of electricity. Next we discuss about semiconductors. Semiconductor has the conductivity or resistivity in between conductors and insulators. For example, germanium, silicon, etc. These are semiconductors. സാധാരണ രീതിയിൽ ഒരു സെമി കണ്ടക്ടർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. എന്നാൽ ചില കണ്ടീഷൻസ് നമ്മൾ ഈ സെമി കണ്ടക്ടറിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സെമി കണ്ടക്ടർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സെമി കണ്ടക്ടർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 types, N type സെമി കണ്ടക്ടർ ആൻഡ് P type സെമി കണ്ടക്ടർ. ദെൻ ഫസ്റ്റ് വി ഡിസ്കസ് അബൌട്ട് N type സെമി കണ്ടക്ടർ. അതായത് എ പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ഈസ് ആഡഡ് ടു പ്യുവർ സെമി കണ്ടക്ടർ. അതായത് വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോണുള്ള ഒരു ആറ്റത്തെ ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഇമ്പ്യൂരിറ്റി ഒരു സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുന്നതിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുക. ഇങ്ങനെ ഒരു പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റിക്ക് എക്സാമ്പിളാണ് ആർസനിക്, ആൻറ്റിമണി എക്സെട്ര. ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ കണ്ടക്ടിവിറ്റി സാധ്യമാകുന്നു. ഇതാണ് N ടൈപ്പ് സെമി കണ്ടക്ടർ. ഇനി നമുക്ക് P ടൈപ്പ് സെമി കണ്ടക്ടർ നോക്കാം. എ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ഈസ് ആഡഡ് ടു പ്യുവർ സെമി കണ്ടക്ടർ. അതായത് വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോണുള്ള ആറ്റത്തെ ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ലാർജ് നമ്പർ ഓഫ് ഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ കണ്ടക്ടിവിറ്റി സാധ്യമാകുന്നു. ഇതാണ് P ടൈപ്പ് സെമി കണ്ടക്ടർ. ഇത്രയാണ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് ബേസിക്കായിട്ട് നമുക്ക് പറയാനുള്ളത്. അവർ ടോപ്പിക് ഈസ് റെക്ടിഫിക്കേഷൻ. റെക്ടിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ടു കൺവേർട്ട് AC ഓർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ടു DC ഓർ ഡയറക്റ്റ് കറണ്ട്. നമുക്കറിയാം AC കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻ വിച്ച് ഇറ്റ്സ് ഡയറക്ഷൻ പീരിയോഡിക്കലി ചേഞ്ചസ് വിത്ത് ടൈം. അതായത് കറണ്ടിൻ്റെ ഡയറക്ഷന് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും AC കറണ്ടിൽ. But in DC current, the current in which its direction always remains constant or it flows in a single direction. DC current എന്ന് പറയുന്നത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, സിംഗിൾ ഡയറക്ഷനിലായിരിക്കും അത് ഫ്ലോ ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ഒരു ട്രാൻസ്ഫോമറിന് നമ്മളെ വീട്ടിലേക്കൊക്കെ എത്തുന്ന കറണ്ട് AC കറണ്ട് ആയിരിക്കും. എന്നാൽ ഒരു ബാറ്ററിയിൽ നിന്നുള്ള കറണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതൊരു DC കറണ്ടാണ്. ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് ACനെ കൺവേർട്ട് ചെയ്തിട്ട് DC ആക്കി മാറ്റേണ്ടി വരും. റെക്ടിഫയർ, ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് AC ടു DC. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് AC ടു DC, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് റെക്ടിഫയർ. നമ്മൾ ചില ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഒക്കെ റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. റെക്ടിഫയേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 types, ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. This full wave rectifier again classified into 2, center tapped full wave rectifier and bridge rectifier. In this topic we discuss about half wave rectifier. Half wave rectifier. Here the rectifier conducts current only during positive half cycle of input AC supply. The AC input to be rectified is applied in series with diode and load resistance RL. ഇത് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ആണ്. ഇതിൽ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, ഒരു ഡയോഡ്, അതേപോലെ തന്നെ ഒരു ലോഡ് റെസിസ്റ്റൻസ് RL എന്ന് പറയുന്ന ഒരു ലോഡ് റെസിസ്റ്റൻസ് ഇവ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത് ഡയോഡ് ഹൈ വോൾട്ടേജ് മൂലം ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡയോഡ് എന്ന് പറയുന്നത് നമുക്ക് ഫെമിലിയർ ആണ്. ഡയോഡിൻ്റെ ഒരു സിമ്പൽ എന്ന് പറയുന്നത് ഇതാണ് ഡയോഡ്. ഇതിൻ്റെ പോസിറ്റീവ് പാർട്ടാണ് ഇവിടെ, നെഗറ്റീവ് പാർട്ടാണ് ഇവിടെ. ശരിക്കും ഡയോഡ് ഒരു PN ജംഗ്ഷനാണ്. ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലും ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്തു എന്ന് പറയാൻ പറ്റുന്നത്. PN ജംഗ്ഷൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് കണ്ടക്ട് കറണ്ട് ഇൻ യൂണി ഡയറക്ഷൻ ഓൺലി.
ഈ ഒരു പ്രോപ്പർട്ടിയാണ് പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ ഡയോഡിനെ റെക്ടിഫയറിൽ യൂസ് ചെയ്യാൻ കാരണം. പി എൻ ജംഗ്ഷനെ ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഡയോഡിനെ റെക്ടിഫയറിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡയോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡയോഡ് ഫോർവേഡ് ബയാസിൽ മാത്രമേ കണ്ടക്ട് ചെയ്യൂ. ഫോർവേഡ് ബയാസ് മീൻസ് പോസിറ്റീവ് ഓഫ് ദി സപ്ലൈ ടു പോസിറ്റീവ് ഓഫ് ഡയോഡ്, ഇങ്ങനെ കണക്ട് ചെയ്യുക. അതായത് സപ്ലൈൻ്റെ പോസിറ്റീവും ഡയോഡിൻ്റെ പോസിറ്റീവ് ഈ സൈഡാണ്, അത് തമ്മിൽ ഒരു കണക്ഷന്. അതേപോലെ ഡയോഡിൻ്റെ നെഗറ്റീവും സപ്ലൈൻ്റെ നെഗറ്റീവും തമ്മിലാണ് കണക്ഷൻ എങ്കിൽ ഇതിനെ നമുക്ക് ഫോർവേഡ് ബയാസ് എന്ന് പറയാം. റിവേഴ്സ് ബയാസിലാവുന്ന സമയത്ത് നെഗറ്റീവ് ഓഫ് ദി സപ്ലൈ കണക്റ്റഡ് ടു പോസിറ്റീവ് ഓഫ് ദി ഡയോഡ്, ആ സമയത്ത് കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. ദെൻ നമ്മൾ സിഗ്നൽ ഇൻപുട്ട് ചെയ്യുന്നത്, ഇവിടെയാണ് നമ്മൾ സിഗ്നൽ ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പം എ സി സിഗ്നലാണ് ഇൻപുട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ചസ് വിത്ത് ടൈം. നമുക്ക് RLന് അക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. ഔട്ട്പുട്ടിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ യൂണി ഡയറക്ഷൻ ആവണം. അതായത് നമുക്ക് DC ഔട്ട്പുട്ടാണ് കിട്ടേണ്ടത്. അതായത് ഇൻപുട്ട് വേവിൻ്റെ അപ്പർ പാർട്ട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഇൻപുട്ട് AC ആണ്. ദെൻ AC നമുക്കറിയാം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. ട്രാൻസ്ഫോമറിന് 2 ടെർമിനൽസാണ് A, B എന്ന് പറയുന്നത്. ആദ്യം പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ A എന്ന് പറഞ്ഞ പോയിൻ്റ് പോസിറ്റീവായിട്ട് മാറും, അതേപോലെ തന്നെ B എന്ന് പറഞ്ഞ പോയിൻ്റ് നെഗറ്റീവായിട്ട് മാറും. അപ്പം A എന്ന് പറഞ്ഞ ടെർമിനൽ പോസിറ്റീവാണ്, B എന്ന് പറഞ്ഞ ടെർമിനൽ നെഗറ്റീവാണ്. ഡയോഡിൻ്റെ പോസിറ്റീവും എ എന്ന് പറഞ്ഞ ടെർമിനലും പോസിറ്റീവാണ്. ഡയോഡിൻ്റെ പോസിറ്റീവും എൻ്റെ പോസിറ്റീവും ചേർന്ന് ഫോർവേഡ് ബയാസിലായി ആ സമയത്ത് കണ്ടക്ഷൻ നടക്കും. അതായത് ഇതിലൂടെ കണ്ടക്ഷൻ നടക്കുന്നു. ദെൻ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് RLന് അക്രോസ് ആയിട്ട് കിട്ടുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ A നെഗറ്റീവായി B പോസിറ്റീവായിട്ട് മാറി. അപ്പോൾ ഡയോഡ് റിവേഴ്സ് ബയാസ് കണ്ടീഷനിലായിട്ട് മാറുന്നു. ഇത് കണ്ടക്ട് ചെയ്യൂല. അപ്പം RLൽ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവില്ല, അവിടെ ഒരു ഗ്യാപ്പായിരിക്കും ഉണ്ടാവുക. പിന്നെ വീണ്ടും ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആൾട്ടർനേറ്റീവ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ DC കറണ്ട് ഈ RLന് അക്രോസ് ആയിട്ട് കിട്ടുന്നു. അതായത് AC DC ആയി മാറിയെന്ന് പറയാം. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ്. അപ്പം ഇൻപുട്ട് ഈ രീതിയിലായിരിക്കും, ഔട്ട്പുട്ട് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ദെൻ വർക്കിംഗ് ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് A is positive, B is negative. Diode is in forward biased, it will conduct current. During negative half cycle and A is negative and B is positive, diode is in reverse biased, there is no current flow. So, current flows through diode during positive half cycle of input AC supply. The current flow through load in same direction. DC output obtained across RL, which is the pulsating DC output. Then disadvantages of half wave rectifier. First one is output is low. നമുക്കറിയാം ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്നത് AC ആണ്, അതായത് ഇൻപുട്ടിൽ AC ആണ് കൊടുക്കുന്നത്. ദെൻ ഔട്ട്പുട്ടിൽ നമ്മൾക്ക് കിട്ടുന്നത് ഈ ഒരു പാർട്ട് മാത്രമായിരിക്കും, DC ആയിട്ടാണ് കിട്ടുന്നത്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഔട്ട്പുട്ടിൽ കിട്ടുന്നുള്ളൂ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് AC നമ്മൾ കൊടുത്ത ACയുടെ ഇൻപുട്ടിൻ്റെ പകുതി മാത്രമാണ് കിട്ടുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഔട്ട്പുട്ട് ഈസ് ലോ. ദെൻ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് ഈസ് പൾസേറ്റിംഗ് ഔട്ട്പുട്ട് കറണ്ട് കണ്ടെയ്ൻ സം AC കോമ്പണൻറ്റ്. നമുക്ക് ഈ ഔട്ട്പുട്ട് നോക്കിയാൽ അറിയാം, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ദെൻ ഇറ്റ് ഈസ് പൾസേറ്റിംഗ് DC. പൾസേറ്റിംഗ് DC ആകുന്ന സമയത്ത് ചെറിയ ഡയറക്ഷനിൽ ചെറിയ ചേഞ്ച് ഉണ്ട് അല്ലേ. അതായത് പൾസേറ്റിംഗ് DC ആണ് എന്ന് പറയുന്നത്. അതിൽ സം എമൗണ്ട് ഓഫ് AC ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, AC കോമ്പണൻറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും ഈ പൾസേറ്റിംഗ് DCയിൽ. അതായത് പ്യുവർ DC അല്ല നമുക്ക് കിട്ടുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ. Then next we discuss about output frequency of half wave rectifier. ഔട്ട്പുട്ട് ഫ്രീക്വൻസി കാണണം. അതായത് ഇത് ഒരു ഇൻപുട്ട് സിഗ്നലിൻ്റെ വേവ് ഫോമാണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സിഗ്നൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് DC എന്ന് പറയുന്നത്. ഇതിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 360 ഡിഗ്രിയിലാണ്.
എന്നിട്ട് നെക്സ്റ്റ് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുക. 360 ഡിഗ്രി ആവുന്ന സമയത്താണ് നെക്സ്റ്റ് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. ദെൻ ഇവിടെ ആവുന്ന സമയത്ത്, ഈ ഒരു കേസിലാവുന്ന സമയത്ത് ഒരു സൈക്കിൾ വന്നു, ഇവിടെ വന്നു 0 to 180, പിന്നെ ഒരു ഗ്യാപ്പാണ്. എന്നിട്ട് നെക്സ്റ്റ് സൈക്കിൾ ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നത്. ഔട്ട്പുട്ടിലും നെക്സ്റ്റ് സൈക്കിൾ തുടങ്ങുന്നത് ഈ ഒരു 360 മുതൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം രണ്ടിലും സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് സൈക്കിൾ തുടങ്ങുന്നത് സെയിം, അതായത് 360 ഡിഗ്രിയിലാണ്. ഇനി നെക്സ്റ്റ് ഇങ്ങോട്ട് പോകുന്ന സമയത്ത്, റിപ്പീറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് 720-യിലായിരിക്കും, അങ്ങനെ പോകും. അതായത് ഒരു സൈക്കിളിന് 360 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഫ്രീക്വൻസി. അതായത് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് സൈക്കിൾസ് പെർ ടൈം. അതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ഉണ്ടാകുക. ഫ്രീക്വൻസി ഈക്വൽ ആയിരിക്കും. ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈക്വൽ ടു ഇൻപുട്ട് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് എഫ് ഔട്ട് ഈസ് ഈക്വൽ ടു എഫ് ഇൻ.